ഇത് ആനക്കുളമാണ്. കറക്റ്റ് സ്ഥലപ്പേരാണ്. ഒരു കുളം, അതിൽ നിറച്ച ആനകളും. ആനക്കുളം. ഇത്രയും കറക്റ്റായിട്ടുള്ള സ്ഥലം പേര് കേട്ടിട്ടില്ല. നമ്മുടെ മൂന്നാർക്ക് പോകുമ്പോൾ അടിമാലിയിൽ നിന്ന് തിരിഞ്ഞ് പോകേണ്ട ഒരു സ്ഥലമാണ് മാങ്കുളം. അത് കഴിഞ്ഞിട്ട് ആനക്കുളം. ഈ ആനക്കുളം ഒരു ചെറിയൊരു ഗ്രാമമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയൊരു ആറ് പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് വെള്ളം. അതിൻ്റെ അപ്പുറത്ത് കാടും. നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ അറ്റത്ത് വന്ന് ഇങ്ങനെ ഇരുന്ന് കാണാം ആനകൾ വന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ. ഇവിടെ എന്തോ ഈ വെള്ളത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സ്ഥലത്ത് തന്നെ എല്ലായ്പ്പോഴും ഇവർ വരാം ആനകൾ. ഇതിനൊരു ചെറിയൊരു ഉപ്പുരസം ഉണ്ടെന്ന് പറയുന്നുണ്ട് നാട്ടുകാർ. അതല്ല എനിക്ക് ചെറിയൊരു കിക്ക് കിട്ടുന്ന പോലത്തെ എന്തോ ഒരു ഇതുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇവർ വന്നിട്ട് ഈ പാറക്കല്ലുകളിലൊക്കെ തട്ടി കാലുകൊണ്ട് തട്ടി മാറ്റി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്തോ കുടിക്കുന്ന പോലെ കാണാം നമുക്ക്. ഒരു പല ഗ്രൂപ്പായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു ഗ്രൂപ്പ് ഓൾറെഡി വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത ആൾ വരുന്നു. അപ്പോൾ അവർ തമ്മിൽ ചെറിയ കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തി പഴയ ആൾക്കാരെ പറഞ്ഞ് മുകളിലേക്ക് വിടും, കാട്ടിലേക്ക് വിടും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ പിന്നെയും തിരിച്ചു വരും. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. വരുന്നവർക്ക് നല്ല സൗകര്യമായിട്ടൊന്ന് കാണാം. ഈ ഒരു വോളിബോൾ കോർട്ടിൻ്റെ അപ്പുറത്താണ് ഈ ആനകൾ വന്ന് നിൽക്കുന്നത്. അത് ഒരു കാഴ്ച തന്നെയാണ് എല്ലാവർക്കും. ഇവിടെ കുറച്ച് അടി തുടങ്ങിയിട്ടുണ്ട് ചെറിയ കുട്ടിക്കുറുമ്പന്മാർ തമ്മിൽ. ഈ ഗ്രൂപ്പുകളിലധികം കൊമ്പന്മാരില്ല. കുറച്ചൊന്ന് പ്രായമായി കഴിയുമ്പോഴേക്കും അവർ ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞു വിടുമെന്ന് തോന്നുന്നത്. കൊമ്പന്മാർ വരാണെങ്കിൽ തന്നെ അവർ ഒറ്റയ്ക്കാണ് വരാം, ഈ ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ചും കൂടി ഒരു മസാലക്കഥ കേട്ടത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് എപ്പോഴും കൊമ്പന്മാർ ഇവിടെ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്നാണ് പറയുന്നത് ബ്രിട്ടീഷുകാർ. അപ്പോൾ ആനകൾക്ക് ഇപ്പോഴും ആ ഓർമ്മയും പേടിയുള്ളതുകൊണ്ട് കൊമ്പന്മാർ ഇവിടെ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കഥയും കേട്ടു. സത്യമാവും വഴിയില്ല, അറിയില്ല. തീരെ ചെറിയൊരു പൊടിക്കുഞ്ഞും ഉണ്ട് കേട്ടോ. ഈ കുഞ്ഞുങ്ങളങ്ങനെ അധികം പുറത്തേക്ക് അവർ കാണിക്കണില്ല. ഈ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയേക്കാം. അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിൽ നിന്ന് ജസ്റ്റ് പുറത്താക്കിയ ഒരു കുട്ടിക്കൊമ്പൻ അവിടെ നടപ്പുണ്ട്. അവനെ കണ്ടിട്ടാണ് ഇവരിങ്ങനെ പതുക്കെ ഒന്ന് പേടിക്കണത്. അവനപ്പുറത്ത് ഇങ്ങനെ ഗ്രൂപ്പിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം. ഇവിടുന്ന് പോയിട്ടുമില്ല എന്നാൽ ഇവിടെ ഇല്ലാതാനെന്നുള്ള മട്ടില്ല. അവനിങ്ങനെ പുറകെ നടക്കണോണ്ട് ഇവർ കൂട്ടണമില്ല. ഗ്രൂപ്പിലെ ലീഡറാണെന്ന് തോന്നാണ് വരുന്നത്. ആളെത്തുമ്പോഴേക്കും ഇവിടെയുള്ളവന്മാർ ഓക്കെ ആവും. പതുക്കെ അവനെ കണ്ടു കഴിയുമ്പോൾ ആ കുട്ടിക്കൊമ്പനും പതുക്കെ അങ്ങോട്ട് തിരിച്ച് നടക്കുകയാണ്. എല്ലാം ശാന്തമാവും. ഒരു ഗ്രൂപ്പുകൾ തമ്മിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ് കേട്ടോ. എന്നിട്ട് എന്താണാവോ കാര്യമായിട്ട് സംസാരിക്കുന്നത്. ഇവിടെ ഇന്ന് വന്നവർക്കെല്ലാം ജീവിതത്തിൽ മറക്കാനാവാത്തൊരു കാഴ്ച തന്നെയായിരുന്നു. ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഇങ്ങനെ ആനകൾ ഇവിടെ ഉണ്ടാവാറുണ്ടെന്നാണ് പറയണേ. എന്നാലും വരുന്നവർക്കൊരു ഭാഗ്യം വേണം. ഞങ്ങളൊക്കെ പല പ്രാവശ്യം ഒരുപാട് കാടുകളിലേക്കൂടെ ഇങ്ങനെ ആനേനെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഒന്നോ രണ്ടെണ്ണത്തിനെ കാണാതല്ലാതെ ഇങ്ങനെ ഒരു കാഴ്ച ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇന്നത്തെ വെള്ളം കുടിയെല്ലാം മതിയാക്കി പതുക്കെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ പോവാണ് എല്ലാവരും. ഈ കാടിന് മൂന്നാറും
അതിരപ്പള്ളിയും വാൽപ്പാറയായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവരിപ്പോൾ ഇങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് ചെറുതടിക്കുകയാണോ വെള്ളം കുടിക്കുകയാണോ എന്നറിയില്ല. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോകുന്നത്.